ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൗട്ടും ഗൈഡിലുണ്ടായിരുന്നു. അതിലുള്ളവർക്ക് അറിയാൻ പറ്റും, നമുക്ക് കുറെ കയറ് വെച്ചിട്ടുള്ള കെട്ടുകളൊക്കെ പഠിപ്പിക്കും. അങ്ങനെ സ്കൂൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കയറും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം മുന്നേ പിൻട്രസ്റ്റ് നോക്കിയപ്പോഴാണ് ഈ ഒരു പിക്ചർ കണ്ടത്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ആ കയറിനെ പറ്റി ഓർമ്മ വന്നത്. അപ്പൊ നല്ലോണം നോക്കിക്കോ, ഇതാണ് നമ്മുടെ റെഫറൻസ്. വേഗം പോയി കയറെടുത്ത് വന്ന് കുറച്ചും കൂടി തിന്നായിക്കോട്ടെ വിചാരിച്ചിട്ട് ഒരു കയറ്. സത്യം പറഞ്ഞാൽ ഈ ക്രാഫ്റ്റ് കണ്ടപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ്, അല്ലെങ്കിൽ ഈസി ക്രാഫ്റ്റ് എന്നൊക്കെ ആയിരുന്നു എന്റെ മനസ്സിലുണ്ടായത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അതിപ്പോ നിങ്ങൾക്കും കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ സമയത്തൊക്കെ എനിക്ക് ഒടുക്കത്തെ കോൺഫിഡൻസ് ആയിരുന്നു. ഇത് ഉണ്ടാക്കിയിട്ട് വേണം ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലവേഴ്സ് ഒക്കെ ഇട്ട് വെക്കണ ഒരു കൊട്ടാക്കാൻ. കണ്ടോ, ത്രെഡ് തീരുമ്പോൾ അടുത്ത ത്രെഡ് ആയിട്ട് കൂട്ടി കെട്ടി കൊടുക്കണമൊക്കെ ഉണ്ട്. ഇനി നിസ്സാരം, സിമ്പിൾ, ഒന്ന് മേലക്കൂടെ ആണെങ്കിൽ ഒന്ന് താഴെക്കൂടെ, അങ്ങനെ എടുത്തു പോവാ. അതായിരുന്നു മൈൻഡ്. ഒരു 3-4 ചുറ്റുപറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കൂല. എന്നാലും നമ്മൾ ശ്രമം വിടരുത്. കുറച്ചുകൂടെ ശ്രമിച്ചു, അപ്പൊ ബോധ്യായി 3 ഓപ്ഷൻ എ പോയാൽ എന്താ, ആ വിഷമം മാറ്റം നമ്മൾ ഓപ്ഷൻ ബി എടുക്കും. ഒരു ഐസ്ക്രീം പാത്രത്തിന്റെ അടപ്പ് എടുക്കുക, പശ തേക്കുക, ത്രെഡ് ചുറ്റുക. ഇത് ശരിക്കും ആദ്യം കണ്ട റെഫറൻസിന്റെ അത്ര ഇല്ലെങ്കിലും അതിന്റെ ഒരു അനിയന് ആ ഒരു കാറ്റഗറിയിലൊക്കെ പെട്ടു. ത്രെഡ് ഫുള്ളായിട്ട് ചുറ്റിയെടുത്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി കുറച്ചും കൂടി ക്യൂട്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് അത് വെച്ചിട്ട് തന്നെ ഒരു ബോവും കൂടി ഉണ്ടാക്കി ഒട്ടിച്ചെടുത്തു. ഒന്ന് പോയതിന് വിഷമത്ത് പറയല്ല, ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അതേപോലെ ഇഷ്ടപ്പെട്ട കമന്റും ലൈക്കും സബ്സ്ക്രൈബും അതും മറക്കണ്ട.